ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സീരീസ്, ഒരു കൊറിയൻ സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു നമ്മുടെ കൊറിയൻ സീരീസ് ആയ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ കൊറിയൻ സീരീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഒരു വൈബിൽ കാണാൻ പറ്റിയ ഒരു സീരീസ്, അത്രയ്ക്കൊന്നും വരില്ലെങ്കിലും ആ ഒരു വൈബിൽ കാണാൻ പറ്റിയ ഒരു സീരീസാണ്. ഒരു ഡാർക്ക് കോമഡി, ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസ്, ഒരു കൊറിയൻ സീരീസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സീരീസിൻ്റെ പേര് വരുന്നത് ദ 8 ഷോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത സീരീസാണ്. മെയ് മാസം 17-ാം തീയതി. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അപ്പം 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൊത്തം 50-55 മിനിറ്റുകൾ അടങ്ങുന്ന ഏകദേശം എവറേജ് ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളത്. ദ 8 ഷോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്ക്വിഡ് ഗെയിം പോലെ തന്നെ ഒരു ഗെയിം, അതുപോലത്തെ ഒരു സംഭവം ഗെയിമാണ്. ഒരു സ്ഥലത്ത് 8 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഓരോ ഫ്ലോറിലും ഓരോ റൂമുകളാണ് ഉണ്ടാകുക. അപ്പോൾ ആ ഓരോ ഫ്ലോറിലുള്ള ഓരോ റൂമിൽ 8 പേര്, ആ 8 റൂമിൽ ഓരോ പേര് താമസിക്കുന്നുണ്ടാവും. അവർക്ക് ടൈമിനനുസരിച്ചായിരിക്കും അവർക്ക് പണം കിട്ടുക. ഒരു മിനിറ്റ് എത്ര പൈസ എന്നുള്ള രീതിയിലായിരിക്കും അവർക്ക് പൈസ കയറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇവർ തന്നെ തീരുമാനിക്കുന്ന ഗെയിമുകളായിരിക്കും. നമ്മൾ ഈ ഗെയിമിൽ ആൾക്കാർ ഇൻട്രസ്റ്റ് ആകുന്നതിനനുസരിച്ച് ടൈം അവിടെ കൂടി വരും. ടൈം കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് ഇവിടെ പൈസ കൂടുതൽ കിട്ടിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ്. അതിനിടയിൽ ആ ഒരു സംഭവം, ആ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു സംഭവമാണ്. ബിഗ് ബോസ് പോലത്തെ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത അതുപോലത്തെ സംഭവമാണ്. അപ്പോൾ ഈ 8 പേര് അവിടുന്ന്, ഈ 8 പേര് വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ 8 പേരും കൂടി ചേർന്നുണ്ടാവുന്ന അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവസാനം എന്തൊക്കെ സംഭവിച്ചു, ഇവർക്ക് പൈസ മുഴുവൻ കിട്ടിയോ എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് ദ 8 ഷോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഈ സ്ക്വിഡ് ഗെയിം പോലത്തെ എന്ന് പറഞ്ഞാൽ, സ്ക്വിഡ് ഗെയിമിൽ അത്ര ചോരക്കളിയും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. സ്ക്വിഡ് ഗെയിമിൽ ഭയങ്കര കൊലപാതകവും കാര്യങ്ങളൊക്കെ ആണല്ലോ. എല്ലാവരും കൊന്നു ലാസ്റ്റുള്ള ആൾക്കാർക്കാണല്ലോ കിട്ടുന്നത്. അതുപോലൊരു സംഭവമല്ല. ഇതിലും ചോരക്കളികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ലൈറ്റായിട്ടുള്ള സംഭവമേ ഉള്ളൂ എന്നുള്ളതാണ് ദ 8 ഷോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. 18+ സീരീസ് ഒന്നുമല്ല. അപ്പോൾ 8 ഫ്ലോർ, ഞാൻ പറഞ്ഞ 8 ഫ്ലോറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഈ ഒരു സീരീസ് സത്യം പറയുകയാണെങ്കിൽ ഒരു ഏവറേജ് അനുഭവമാണ് എനിക്ക് ഈ സീരീസ് സമ്മാനിച്ചത്. മൊത്തം 7 മണിക്കൂറിൻ്റെ തൊട്ടടുത്തുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. മൊത്തം 7 മണിക്കൂറിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് ഈ ഒരു സീരീസിൻ്റെ മൊത്തം ദൈർഘ്യം വരുന്നത്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ അവൈലബിൾ ആണ്, നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്ക്വിഡ് ഗെയിം ഒക്കെ പ്രതീക്ഷിച്ച്, സ്ക്വിഡ് ഗെയിം പോലെ തന്നെ അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു സീരീസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് കാണാൻ ശ്രമിക്കുകയാണ്. നിരാശയായിരിക്കും ഫലം. എനിക്ക് ഈ ഒരു സിനിമ ഒരു ഏവറേജ് അനുഭവമാണ്, ഈ ഒരു സീരീസ് ഒരു ഏവറേജ് അനുഭവമാണ് സമ്മാനിച്ചത്. ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സീരീസ്, ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ്. അത്രയാണ് എനിക്ക് ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. 7 മണിക്കൂറിൻ്റെ അടുത്തൊരു സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത് 50-55 മിനിറ്റുകൾ അടങ്ങുന്ന എവറേജ് ഡ്യൂറേഷൻ അടങ്ങുന്ന 8 എപ്പിസോഡുകളാണുള്ളത്. ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ദ 8 ഷോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.